Good evening, everyone. Welcome to yet another speaking live session from Genius Academy. It's �ശ്രീലക്ഷ്മി speaking. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീക്കിങ്ങിലേക്ക് പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? എന്തിൻ്റെ ബേസിസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര സ്കോർ കിട്ടും, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? അത് വെച്ചിട്ട് എല്ലാവരും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്പീക്കിംഗ് ഇവാലുവേറ്റ് ചെയ്ത് കാണുമല്ലോ, നിങ്ങളുടെ ആ ഒരു സ്പീക്കിങ്ങിന് എത്രയാണ് സ്കോർ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഫെർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഫെർദർ ആൻസേഴ്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ ഇന്ന് പാർട്ട് 1 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതിൻ്റെ ഒരു കറക്ഷൻ അല്ലേ, ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ഇതൊക്കെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയും ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് അല്ലേ. നമ്മുടെ പാർട്ട് 1ൻ്റെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡു യു ഹാവ് എ ബിസി സോഷ്യൽ ലൈഫ്? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബിസി ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. സോ നമ്മൾ എനിക്ക് ബിസി ഒന്നുമല്ല, ഞാൻ 24 മണിക്കൂറും വെറുതെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ മിക്കവാറും ഉള്ളവർ ഇതിന് യെസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ബിസി ആണോ എന്ന് ചോദിച്ചാൽ അത് യെസ് ആയിക്കോട്ടെ നോ ആയിക്കോട്ടെ, നമ്മളവിടെ യെസ് ആണെങ്കിൽ യെസ് ഐ ഹാവ് എ ബിസി സോഷ്യൽ ലൈഫ് എന്ന് പറയാം. എന്നിട്ട് അത് എങ്ങനെയാണ് ആ ഒരു ലൈഫ് ബിസി ആയിട്ട് പോകുന്നത് എന്നും അവിടെ പറയണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിനും വാലിഡ് ആയിട്ടുള്ളൊരു ആൻസർ കൊടുക്കുക. അപ്പോൾ എൻ്റെ സജഷനിൽ അല്ല എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇങ്ങോട്ട് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ തന്നെ കാണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് യെസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സോ നമുക്കിവിടെ പറയാൻ കഴിയുന്ന ആൻസർ എന്താണ്? എനിക്ക് ബിസി ആയിട്ടുള്ള സോഷ്യൽ ലൈഫാണ്, കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, ഞാൻ എല്ലാവരും എപ്പോഴും കാണുന്നതും ഞാൻ എല്ലാവരും മിങ്കിൾ ചെയ്യുന്നതുമായിട്ടുള്ളൊരു ടൈപ്പാണ്. അതുപോലെ സോഷ്യൽ ഗ്യാതറിങ്സ്, ഗെറ്റ് ടുഗെദർ, അങ്ങനെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ബിസിയാണ് എന്ന് നമുക്കവിടെ പറയാൻ കഴിയും. അല്ലെങ്കിൽ ഐ ഹാവ് എ ഹെക്റ്റിക്, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബിസി വർക്ക് ലൈഫ് എന്നല്ല, അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് ബിസി ലൈഫ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല സോഷ്യൽ ലൈഫാണ്, വർക്ക് ലൈഫ് അവിടെ പറയണ്ട. ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുന്നത് ബിസി ആണോ എന്നാണ് അവിടെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഡു യു ഹാവ് എ ബിസി സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ യെസ് ഐ ഡു ഹാവ് എ ബിസി ലൈഫ് ബിക്കോസ് ഓഫ് മൈ ഹെക്റ്റിക് വർക്ക് ഷെഡ്യൂൾ, അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ സോഷ്യൽ ലൈഫ് വേറെ, വർക്ക് ലൈഫ് വേറെ. വർക്ക് ലൈഫിൽ ബിസി ആണെന്ന് പറയുന്നത് പോലെയല്ല സോഷ്യൽ ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എന്താണ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, സോ ഇങ്ങനെയാണ്, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ബിസി അല്ലെ. എപ്പോഴും അവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് എപ്പോഴും വരും, സോ അതുകൊണ്ട് എനിക്ക് ബിസിയാണ് എന്ന് നമുക്കവിടെ പറയാൻ കഴിയും. അപ്പോൾ നമുക്കവിടെ പറയാൻ കഴിയുന്ന ആൻസർ, ആക്ച്വലി നമ്മളിവിടെ പറയേണ്ട ആൻസർ യെസ് ഐ ഡു ഹാവ് quite a busy social life, as I have a lot of friends with whom I often meet sometimes to celebrate someone's birthday or other important events. Even I love to intermingle with like-minded people in social gatherings. Strangers ആണെങ്കിലും എൻ്റെ അതേ ക്യാരക്ടർ ആണെങ്കിൽ അല്ലെ, ലൈക്ക് മൈൻഡഡ്, ശ്രദ്ധിക്കുക, നമ്മളുടെ അതേ ക്യാരക്ടർ, നമ്മളുടെ അതേ മനസ്സ് ഒരുപോലെ ചിന്തിക്കുക എന്നൊക്കെ പറയത്തില്ലേ. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ, സ്ട്രേഞ്ചർ ആണെങ്കിലും അവരുമായിട്ടും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അല്ലേ, മിങ്കിൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഇങ്ങനൊരു ആൻസറാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സിമ്പിളാണ്, എന്നാൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തോ എക്സ്പ്ലനേഷൻ കൊടുത്തോ അല്ല പറഞ്ഞത്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പാർട്ട് 1ൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. കാരണം പാർട്ട് 1 നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർ അളക്കുമെങ്കിലും മെഷർ ചെയ്യുമെങ്കിലും അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുമെങ്കിലും വേറൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, ഇതൊരു വാമപ്പ് സെഷൻ ആണ് അല്ലേ. നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണും അല്ലേ. പല കാര്യം, എന്ത് കാര്യമാണെങ്കിലും നമ്മളോട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിനെ ഒന്ന് മാറ്റി നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവിടെ വാരി വലിച്ച് നമ്മൾ ആൻസേഴ്സ് പറയേണ്ട കാര്യമില്ല. നമ്മളോട് ചോദിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു കറക്റ്റ് ആൻസറും അതിൻ്റെ സപ്പോർട്ടിങ് പോയിന്റ്സും ഇതെല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ്. ഇനി വേറൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയുണ്ട്. ദുഃഖകരമാണോ അതോ സന്തോഷകരമായിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മളുടെ ഇനി ഉള്ള ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് നാൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം ഈ ഒരു ലൈവ് സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിസംബർ 4 നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഡിസംബർ 3 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അതിനു മുന്നേ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലൈവ് സെഷൻ വച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ IELTS എന്താണെന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആകാനും. ഇപ്പോൾ IELTSന് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്,
പക്ഷെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് എന്നറിയാൻ കഴിയാത്തവരുണ്ട്, അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് എനിക്ക് അറിയാമോ, എനിക്ക് എഴുതാൻ അറിയാം എന്നാൽ സംസാരിക്കാൻ അറിയത്തില്ല, സോ എന്നെ കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഈ ഒരു IELTS എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്തൊക്കെ മൊഡ്യൂൾസ് ആണുള്ളത്, ഓരോ മൊഡ്യൂൾസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ, അതുപോലെ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമോ, പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ കഴിയുമോ, നമ്മളുടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ഇത്ര നാളിനുള്ളിൽ ചെയ്തെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ലൈവ് സെഷൻസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരുപാട് നാൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഗ്രാജ്വലി ആ ഒരു ലൈവ് സെഷൻ്റെ അളവ് ഒന്ന് കുറയും. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ക്ലാസ്സിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്നാലും കുറച്ച് പേരുടെ അഭ്യർത്ഥനയുണ്ട് ക്ലാസ് ഇങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലുപരി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഏകദേശം എല്ലാം ഒരു എബവ് 15 ക്ലാസ്സസ് ഒക്കെ പോയിട്ടുണ്ട് അല്ലേ. നമ്മളുടെ എല്ലാ മൊഡ്യൂൾസും 15 ക്ലാസ്സിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 15 ക്ലാസ്സോളം എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സും ഈച്ച് ആണ് 15 വെച്ചിട്ട്, മൊത്തത്തിൽ 15 എന്നല്ല പറഞ്ഞേ. അപ്പോൾ 15 ക്ലാസ് വീതം ഓരോ മൊഡ്യൂളിലും ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടി കാണും അല്ലേ. പിന്നെ ഇനി വേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ കാര്യത്തിൻ്റെ ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇവാലുവേഷൻ ആണ് വേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പോൾ റീഡിങ് ലിസണിങ് നിങ്ങൾക്ക് തന്നെ ചെയ്യാം, കുഴപ്പമില്ല, ഇവാലുവേറ്റ് ചെയ്യാം. റൈറ്റിംഗ് സ്പീക്കിംഗ് ഒക്കെ ഈ ഒരു ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ചെയ്യാൻ കഴിയുന്നുണ്ടോ അതിന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. വിലയിരുത്തുക, കറക്ഷൻ ചെയ്യുക, എന്നിട്ട് നോക്കുക നിങ്ങളിപ്പോൾ കറണ്ട് എവിടെയാണ്, നിങ്ങളുടെ സ്റ്റേറ്റസ് എന്താണ്, നിങ്ങളുടെ ആ ഒരു ലെവൽ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ തുടർന്ന് ഈ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻസ് ടീച്ചർ നേരിട്ടൊരു ഇൻട്രാക്ഷൻ ആണ് അല്ലേ. ലൈവ് സെഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും അവിടെ ഇൻട്രാക്ഷൻ വരുന്നത് കമൻസിലൂടെയാണ്. അപ്പോൾ കമൻസിൽ നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് 100% അങ്ങോട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു ഡൗട്ടാണല്ലോ. എന്നാൽ ക്ലാസ്സിൽ അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ചോദിക്കുന്നു, അപ്പോൾ മറുപടി പറയുന്നു, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻട്രാക്ഷൻ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ IELTS ഉടനെ എഴുതിയെടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ ഓഫറാണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് IELTS സ്റ്റാർട്ട് ചെയ്യുകയാണ് ജിനൂസ് അക്കാഡമി. OETയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ജിനൂസ് അക്കാഡമി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ IELTS ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഓഫറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ള അക്കാഡമീസിനെക്കാളും ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഓഫർ എന്നല്ല പറയുന്നത്, ആ ഒരു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മണിക്ക് അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി. അത് നിങ്ങൾക്ക് ആ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇൻട്രാക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടെ നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പറയേണ്ട കാര്യമല്ലല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ പലരും പേയ്മെൻറ്റ് കൊടുത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ് ബോറിംഗ് ആയിട്ട് പറയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്കിത് ആദ്യം തന്നെ അനുഭവിച്ചിട്ടല്ലേ, ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യൂ പിന്നെ പേയ്മെൻറ്റ് കൊടുക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ലൈവ് സെഷൻ ആദ്യം അറ്റൻഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ലൈവ് സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ, അതുപോലെ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ പല ക്ലാസ്സിൽ പല രീതിയിലായിരിക്കത്തില്ലല്ലോ പെർഫോം ചെയ്യുന്നത്. എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാ ക്ലാസ്സിലും ഒരേപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരുപാട് ഓഫർ കുറച്ചിട്ടിരിക്കുന്ന അക്കാഡമീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. സോ അതിനേക്കാളും മികച്ചതായിട്ട് തോന്നുകയാണെങ്കിൽ യൂഷ്വലി ഉള്ള ഓഫറിൻ്റെ 50% റിഡക്ഷനോട് കൂടിയാണ്. ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പകുതി പൈസയ്ക്ക് ഇനി അങ്ങോട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. നമ്മളല്ലാതെ ഇത്ര ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഒതുങ്ങുന്നതല്ല. പിന്നെ നമ്മുടെ പ്രാക്ടീസ് മെറ്റീരിയൽ കൂടാതെ, അതായത് ലിസ്ണിംഗ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, അതിൽ പ്രാക്ടീസ് മെറ്റീരിയൽസ് കൂടാതെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടാതെ നിങ്ങൾക്ക് അല്ലാത്ത കുറേ PDFs പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
അതിൽ വരുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഓറിയൻറ്റേഷൻ, ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യണം, പിന്നെ കുറേ ഗ്രാമറിൻ്റെ PDF മെറ്റീരിയൽസ്, ഗ്രാമറിൻ്റെ എക്സ്പ്ലനേഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ December 4th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. December 3 വരെ, അല്ലെങ്കിൽ December 4 എന്ന് പറയുന്നില്ല, December 3 വരെ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ടൈമുണ്ട്. പിന്നെ December 3 എന്ന് പറയുന്ന സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഓഫീസ് അവധിയാവാൻ സാധ്യതയുള്ളത് കൊണ്ടും നിങ്ങൾ മാക്സിമം December 2 സീറ്റ് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഓഫറിൽ സീറ്റ് ഉറപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ്ഫുൾ എന്താണ്, ഇത് സക്സസ് ആകുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ബാച്ച് ചിലപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. ഈ കുട്ടികളെ സക്സസ്ഫുള്ളിലേക്ക് അല്ലേ ഒരു വിജയത്തിലേക്ക് നയിച്ചിട്ടായിരിക്കും, ആ ഒരു തെളിവോട് കൂടിയായിരിക്കും നമ്മൾ അടുത്ത ബാച്ച് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു എന്ന് വരും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും ഒരു ലാഗ് വരും അല്ലേ. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്ത് എത്രയും വേഗം IELTS എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കോറൊക്കെ നേടി എല്ലാവരും പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ സ്പീക്കിങ്ങിലേക്ക് പോവാണ്. ഡു യു ഹാവ് എ ബിസി സോഷ്യൽ ലൈഫ്? നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ബിസി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ അതിൻ്റെ കുറേ ആൻസേഴ്സ് കേൾക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മളുടെ ആ ഒരു സോഷ്യൽ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. എന്താണ് ഗ്യാതറിങ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് എൻ്റെ സോഷ്യൽ ലൈഫൊക്കെ ഇങ്ങനെയാണ്. ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞു, അത് വെച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. Yes, I have. Yes, I have busy social life. I used to work for collecting garbage of my society. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ആണോ? നിങ്ങൾക്ക് കേട്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊരു 5.5 ഒക്കെ കിട്ടുന്ന ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്നൊരു ആൻസറാണ്. കാരണം ആ കുട്ടി കറക്റ്റായിട്ടൊരു ആൻസർ പറഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ പ്രൊനൗൺസ് സോഷ്യൽ അല്ലേ, അങ്ങനെയൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ 5 ഒരു റേഞ്ചൊക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇനി അടുത്ത ആ ഒരു എന്താണ് റെക്കോർഡിങ്ങിലേക്ക് പോവാം. Yes, the busy social life is described it the the statement describe my life. I'm a senior student, so I always do anything such as homework. പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ആയിട്ട് തോന്നുന്നില്ലല്ലോ. ഒന്നാമത് സ്ലോ ആയിട്ടാണ് പറഞ്ഞത്, കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് അല്ല, ഇംപ്രോപ്പർ ആയിട്ടുള്ള യൂസേജ് ആണ് അല്ലേ, സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇവിടെയും ആൻസർ ഇങ്ങനെയാണ്. സോ ഇത് ഒരു 4.5 ആ ഒരു റേഞ്ചേ കിട്ടത്തുള്ളൂ ഈ ഒരു രീതിയിൽ സ്പീക്ക് ചെയ്തതിനാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, Yeah, I have a busy social life because every day I have a lot of work. When I get up in the morning, then I washed my all plates, chicken plate, all plate. മൊത്തത്തിൽ കേൾപ്പിക്കുന്നില്ല. ഇതൊരു 1 മിനിറ്റ് ഏകദേശം 55 സെക്കൻഡ്സോളം ഉണ്ട് ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും
പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ അല്ല അല്ലേ, പ്രോപ്പറായിട്ടുള്ള ഫോർമാറ്റ് അല്ല. നമ്മൾ ബിസി സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഞാൻ തുണി കഴുകി, പാത്രം കഴുകി, അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലേ, നമ്മൾ എടുത്തെടുത്ത് അവിടെ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാം. No, I don't have busy social life, but അത്രേ ഉള്ളൂ അത്. ഓക്കെ, Yes, I would say I have a decently busy social life. I am one of the more extroverted natured people I know, and I have a very wide array of friends and colleagues that I regularly keep in touch with. This sees me going out frequently during the weekends and also interacting with them regularly during the weekdays as well. ഓക്കെ. അപ്പോൾ അത് എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് എന്താണ്, അതൊരു പ്രോപ്പറായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു പാർട്ട് 1-ലെ ആ ഒരു ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും കുറച്ചും കൂടെ നമ്മൾ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിൽ പതിയും അല്ലേ, അതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ബുക്സ് ഡു യു ഹാവ് അറ്റ് ഹോം? വീട്ടിൽ എത്ര ബുക്സ് ഉണ്ടല്ലേ? അപ്പോൾ ഹൗ മെനി ബുക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ വീട്ടിൽ ഒരു ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ 5 ബുക്ക് ഉണ്ട് അങ്ങനെ പറയണം എന്നില്ല അല്ലേ. പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ബുക്സ് ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ബുക്സ് വായിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. പക്ഷേ ഞാൻ ഏതോ ഒരു ജേണിക്ക് പോയപ്പോൾ ജസ്റ്റ് ഒരു ബുക്ക് കണ്ട് വാങ്ങിച്ചു, സോ ആ ഒരു ബുക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ കഴിയുന്നത് നോർമസ് അല്ലേ, ലൈബ്രറി, എൻ്റെ വീട്ടിലൊരു ലൈബ്രറി തന്നെയുണ്ട് അങ്ങനെ പറഞ്ഞിട്ടും നമുക്കവിടെ ആൻസർ പറയാം. അപ്പോൾ ഇതിന് പല ആൻസേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഹൗ മെനി ബുക്സ് ഡു യു ഹാവ് അറ്റ് ഹോം അല്ലേ. സോ ഐ ഡു ഹാവ് എ ബുക്ക് ഷെൽഫ് ഇൻ മൈ ഹോം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര ബുക്സ് ഉണ്ടെന്നാണ്. സോ അത് നിങ്ങൾ തന്നെ വായിക്കണം എന്നില്ല അല്ലേ, വീട്ടിലുള്ള ആരെങ്കിലും വായിച്ചാലും മതി. സോ അങ്ങനെ ഒരു എന്താണ് മീനിങ് കൂടെ ഇവിടെ വരുന്നുണ്ട്. വീട്ടിൽ എത്ര ബുക്ക് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഐ ഡു ഹാവ് എ ബുക്ക് ഷെൽഫ് ഇൻ മൈ ഹോം ബട്ട് ദാറ്റ് ബിലോങ്സ് ടു മൈ എന്താണ് ഫാദർ ഹൂസ് എ ബുക്കഹോളിക് എന്ന് പറയാം. അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് തന്നെ ഉണ്ടെന്ന് പറയാം. ഐ ഡു ഹാവ് എ ബുക്ക് ഷെൽഫ് ഇൻ മൈ ഹോം എന്ന് പറയാം. ഇനി അതിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് ബുക്സ് റിലേറ്റഡ് ടു ഹിസ്റ്ററി, സയൻസ് ഫിക്ഷൻ ആൻഡ് ടെക്നോളജി. ഓക്കെ, സോ ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും മതി, ഒരുപാട് പറയണം എന്നില്ല. ഇത്ര ബുക്സ് ഉണ്ടല്ലേ, അപ്പോൾ അത് ബുക്ക് ഷെൽഫ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇന്ന കൈൻഡ് ഓഫ് ബുക്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇപ്പോൾ ഇല്ല എന്നാണെങ്കിൽ നോ, ഐ ഡോണ്ട് ഹാവ് മെനി ബുക്സ് അറ്റ് മൈ ഹോം ബട്ട് ഐ ഡു ലൈക്ക് ടു വിസിറ്റ് ദ ലൈബ്രറി. ഐ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് ബുക്സ് അക്കോർഡിംഗ് ടു മൈ ടേസ്റ്റ് ആൻഡ് സംടൈംസ് ഐ ലൈക്ക് ടു റീഡ് ഓൺലൈൻ. അപ്പോൾ അത് നമുക്ക് പറയാൻ കഴിയുന്നത് ലൈബ്രറിയിൽ അല്ലേ, ലൈബ്രറിയിൽ വിസിറ്റ് ചെയ്യും, അതാണ് എനിക്കിഷ്ടം വീട്ടിലുള്ളതിനേക്കാളും. മെനി ബുക്സ് ഇല്ല, അതായത് ഒരുപാട് ബുക്സ് ഇല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഐ ഡോണ്ട് ഹാവ് മെനി ബുക്സ് എന്നാണ് പറയുന്നത്, അല്ലാതെ ഐ ഡോണ്ട് ഹാവ് ബുക്സ് എന്നല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഐ ഡോണ്ട് ഹാവ് മെനി ബുക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുക്സ് ഉണ്ട് എന്നുള്ള മീനിങ് അവിടെ വരുന്നുണ്ട് അല്ലേ. പിന്നെ കൂടുതലും ഞാൻ ലൈബ്രറിയിൽ പോയിട്ടാണ് റെഫർ ചെയ്യുന്നത്, അങ്ങനെ ഒരു ആൻസറും കൂടെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ എന്താണ് ഇഷ്ടത്തിനുള്ള ബുക്സ് എനിക്ക് ലൈബ്രറിയിൽ നിന്ന് വായിക്കാൻ കഴിയും അല്ലേ. അതുകൊണ്ട് ഞാൻ ലൈബ്രറി തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ അതിൻ്റെ ആ ഒരു ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. In my home, I especially keep the books which I read when I was a child. Since at a later age, I began to extensively use
the local library. So പ്രോപ്പർ ആയിട്ടുള്ളൊരു ആൻസർ അല്ല പറയുന്നത് അല്ലേ? I have a whole bookshelf full of books in my home because my dad was a fan of reading, but I don't really like to read. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒത്തിരി ബുക്സ് ഉണ്ട്. എൻ്റെ ഡാഡ് അല്ലേ, എൻ്റെ ഫാദർ അത് ഫാനാണ്, അപ്പോൾ അതുകൊണ്ടുണ്ട്. അത് പറഞ്ഞതൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും, പക്ഷേ ആ ഒരു സ്പീഡ് ശ്രദ്ധിക്കുക. Oh, good question. Because reading is my hobby actually. I have a number of books in my home, especially of Urdu novels, because I like to read about Urdu novels because the story, the timelines of the Urdu novel. I also know about English novel is also very good, but am a little bit confused about the languages and hard vocabulary. But I am also trying to improve my English, so I also now have buy 2 or 3 books. Like I have bought the books of William Shakespeare to improve my English skills and vocabulary. എൻ്റെ സ്കിൽസും വൊക്കാബുലറിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ വായിക്കാറുണ്ട്, ബുക്സ് ഉണ്ടെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു പ്രോപ്പറായിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സ്പീഡിന് പറഞ്ഞു പോവണ്ട, എന്നാൽ ഒരുപാട് സ്ലോയിലും പറയാൻ പാടില്ല അല്ലേ. അപ്പോൾ മീഡിയം സ്പീഡിൽ തന്നെ പറഞ്ഞു പോവുക. ഓക്കെ. I have not so many books at my home. Um, my the first book I want to describe is the book named. പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ അല്ലേ, തപ്പിത്തടഞ്ഞൊക്കെയാണ് പറയുന്നത്. Well, I personally say I have so many books regarding environmental sciences and also uh, grammar question books and many e-books I could say, and also fiction. അവിടെ ഏകദേശം പറയുന്നുണ്ട് ബുക്സ് ഉണ്ട്, ഇന്ന കൈൻഡ് ഓഫ് ബുക്സ് ആണെന്നല്ലേ. മൊത്തത്തിൽ കേൾപ്പിക്കുന്നില്ല, ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഏകദേശം ബുക്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിച്ചേ, ആളിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്ന ഒരു എനർജി ഇല്ല അല്ലേ. ഈസ് നോട്ട് സോ എനർജറ്റിക് അല്ല, ആക്റ്റീവ് അല്ല. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം പ്ലസൻ്റ് ആയിട്ട് പറയുക. കാരണം നമ്മളോട് ഒരു സ്ട്രേഞ്ചർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്താ ചെയ്യുന്നത്, ആർ യു വർക്കിംഗ് ഓർ സ്റ്റഡിങ്. അപ്പോൾ ഞാൻ പഠിക്കുക, അങ്ങനെ നമ്മൾ ഒരിക്കലും ആൻസർ പറയത്തില്ല അല്ലേ. അല്ലെങ്കിൽ ഞാൻ പഠിക്കുക, അങ്ങനെ ആൻസർ പറയത്തില്ല അല്ലേ. ഞാൻ കോളേജിൽ പഠിക്കുകയാണ്, ഞാൻ ഈ ഒരു ഇയറിൽ ഗ്രാജുവേറ്റഡ് ആവും, എൻ്റെ ഗ്രാജുവേഷൻ കഴിയും, ഞാൻ അത് കഴിഞ്ഞിട്ട് വർക്കിംഗ്, ആ ഒരു ടോണിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അത്യാവശ്യം പ്ലസൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അതുപോലെ ഇത് ഒരു സ്ട്രേഞ്ചർ ആണെന്ന് കാണാതെ നമ്മൾ സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത് പോലെ ആ ഒരു ടോണിൽ തന്നെ സംസാരിക്കുക. ആക്റ്റീവായിട്ടും വൈബ്രൻ്റ് ആയിട്ടും സംസാരിക്കുക. അത്യാവശ്യം നല്ല എനർജിയോട് കൂടി തന്നെ സംസാരിക്കുക. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ അവിടെ നമ്മളുടെ സ്കോർ പോകും. നമ്മൾ വിചാരിക്കും നമ്മൾ പറയേണ്ട സെൻറ്റൻസ് പറഞ്ഞു, വൊക്കാബുലറി യൂസ് ചെയ്തു, ഇഡിയംസ് യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ഐ ഡു ഹാവ് മെനി ബുക്സ് അറ്റ് മൈ ഹോം, ഐ ഈവൻ ഹാവ് എ ബുക്ക് ഷെൽഫ്. ഇങ്ങനെ നമ്മൾ പറയുന്നത് ആക്ച്വലി ആൻസർ കറക്റ്റ് ആയിരിക്കും അല്ലേ. ആൻസർ കറക്റ്റാണ്, നമ്മൾ പറയുന്ന സെൻറ്റൻസ് കറക്റ്റാണ്, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല. എന്തുണ്ടെങ്കിലും നമ്മുടെ ടോൺ, അതിന് ഇൻറ്റണേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ടോണും കൂടെ കറക്റ്റ് ആവണം. കറക്റ്റ് ആയില്ലെങ്കിൽ ആ ടോൺ, ഇൻറ്റണേഷൻ എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലുകൾ. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള വോയിസ്, നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള വോയിസ്, ആ ഒരു വോയിസിൽ നമ്മളുടെ ആ ഒരു സ്പീക്കിംഗ് കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ഒരാളോട് സംസാരിക്കുന്നത്, പക്ഷേ ഇത് റെക്കോർഡഡ് ആണല്ലേ. പിന്നീട് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആൻസർ പറയുമ്പോൾ നമ്മൾ സന്തോഷത്തിലായിരുന്നോ വിഷമത്തിലായിരുന്നോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു ദുരന്തത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ടോൺ എന്ന് പറയുന്നത് ഒരു സാഡ് ടോൺ ആയിരിക്കണം. ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ടോൺ എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റണേഷൻസ് നമ്മളവിടെ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ
നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ ഈ ഇൻറ്റണേഷനൊക്കെ നമുക്ക് പറഞ്ഞു തരാനേ കഴിയത്തുള്ളൂ. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് ശ്രദ്ധിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എസ്പെഷ്യലി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൻസർ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ടൈം എടുത്താണല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടെങ്കിലും വെൽക്കം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡു യു യൂഷ്വലി പ്രിഫർ? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും അല്ലേ. അതായത് നിങ്ങൾക്ക് ടൂറൊക്കെ പോകുന്നത് എവിടെയാണ് ഇഷ്ടം എന്ന് സിംപ്ലി ചോദിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ വേറെ എന്തൊക്കെ ആയിട്ട് തോന്നും അല്ലേ. എന്നാലും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതാണ്? അതും ശ്രദ്ധിക്കുക, മൈഗ്രേറ്റ് ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് പോയി കണ്ട് അവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാനല്ലേ. സോ ഏത് പ്ലേസ് ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സാക്ട്ലി ആ ഒരു പ്ലേസ് പറയാം. ഒന്നെങ്കിൽ കാനഡ പറയാം, അല്ലെങ്കിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഒന്നെങ്കിൽ പെർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കൺട്രി പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ കോൾഡ് റീജിയൻസ്, ഹോട്ട് റീജിയൻസ്, അങ്ങനെ ആ ഒരു ക്ലൈമറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസസും പറയാം. ഡയറക്റ്റ്ലി പ്ലേസ് പറയാതെ അവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞിട്ട് പറയാം. ഇല്ലെങ്കിൽ ഫുൾ ഓഫ് ഗ്രീനറി അല്ലേ, ഏകദേശം പച്ചപ്പ്, എന്താണ് പാടങ്ങളൊക്കെയുള്ള ഗ്രാമം പോലെ ഇരിക്കുന്ന പ്രദേശങ്ങൾ. അവിടെ ആക്ച്വലി ആ ഒരു പ്ലേസിൻ്റെ പേര് നമ്മൾ പറയണം എന്നില്ല. ഓക്കെ, പിന്നെ നമ്മളുടെ ചില ആൾക്കാർക്ക്, അതായത് നമ്മുടെ പ്രണവ് മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ പറയും മലയുടെ മുകളിലൊക്കെ പോകണം അല്ലെ, മൗണ്ടൻ്റെ മുകളിൽ ചാടി കയറി പോകണം, അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തിലോട്ട് ചാടണം അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആൻസേഴ്സ് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡു യു യൂഷ്വലി പ്രിഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ പ്ലേസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ റീജിയൻ. അപ്പോൾ അവിടെ പറയാൻ കഴിയുന്ന ആൻസർ ഐ യൂഷ്വലി, അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് ആദ്യം പറയുന്നത്. ഐ യൂഷ്വലി പ്രിഫർ ടു ഗോ ടു കോൾഡ് ക്ലൈമറ്റ്സ് ആൻഡ് ഹില്ലി ഏരിയ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഊട്ടി കൊടൈക്കനാലൊക്കെയാണ് അല്ലേ. ഇൻ ജനറൽ ദീസ് ഹില്ലി ഏരിയാസ് ആർ ഫുൾ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി വിത്ത് എ ലോട്ട് ഓഫ് ഗ്രീനറി വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ്. ഗ്രീനറി ഒക്കെയുള്ള അത്യാവശ്യം ബ്യൂട്ടി ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഊട്ടി ആൻഡ് കൊടൈക്കനാൽ വിച്ച് ഇസ് ലൊക്കേറ്റഡ് സംവെയർ ഇൻ തമിഴ്നാട് എന്ന് പറയാം, അല്ലെങ്കിൽ ചെന്നൈ എന്ന് അല്ല, ചെന്നൈ വേറൊരു പ്ലേസ് ആണല്ലോ, വിച്ച് ഇസ് ലൊക്കേറ്റഡ് സംവെയർ ഇൻ തമിഴ്നാട് എന്ന് പറയാം, അല്ലെങ്കിൽ സദേൺ പാർട്ട് ഓഫ് കേരള, സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ വിച്ച് ഇസ് സംവെയർ ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയാം. അല്ലെങ്കിൽ അബ്രോഡിൻ്റെ ആണെങ്കിൽ അങ്ങനെ പറയാം, ഔട്ട്സൈഡ് എന്താണ് കോൾഡ് റീജിയൻസ് എസ്പെഷ്യലി എബ്രോഡ്, അല്ലെങ്കിൽ ഓവർസീസ് എന്ന് പറയാം. ഓക്കെ, സോ ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് നോക്കാം. I usually prefer Samarkand, 𝐀𝐜𝐚 and Khiva because 𝐀𝐜𝐚 and Bukhara is a historical city, maybe no historical city of and ഓക്കെ, but Places like mountains, valleys, oceans. സോ പ്ലേസസ് ലൈക്ക് മൗണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ പകുതി വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, കംപ്ലീറ്റ് സെൻറ്റൻസ് തന്നെ പറയണം അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. Usually prefer to go there. പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, സെൻറ്റൻസ് ഇല്ല, അതും ശ്രദ്ധിക്കുക. അത് നമ്മളുടെ IELTS മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. പലരും അല്ലാതെ മുറി സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ സ്കോറിനെ ചെറിയ രീതിയിലെങ്കിലും അഫക്റ്റ് ചെയ്യും. നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ സംസാരിക്കുന്ന ഒരാൾ ഇടയ്ക്കൊരു മുറി സെൻറ്റൻസ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നല്ല സ്കോർ കിട്ടുന്നുണ്ട്, അപ്പോൾ അത് പ്രശ്നമില്ല എന്ന് വിചാരിക്കരുത്. അത് നിങ്ങളുടെ സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്, യു ഹാവ് ടു യൂസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ് ആൻഡ് ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഷുഡ് ബി ഇൻ a proper format. Although tourism is my favorite hobby, I prefer to visit different type of places. Among them, the one I most like is sea beach. അവിടെ ഒരു പെർട്ടിക്കുലർ പ്ലേസ് പറയുന്നുണ്ടല്ലോ, ടിബറ്റ് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഒരുപാട് ജേർണീസ് പോകാൻ ആഗ്രഹമുള്ളതാണ് അല്ലേ, ഇതൊക്കെ എനിക്ക് ആഗ്രഹമുള്ള സംഭവമാണ്, എൻ്റെ ഹോബി തന്നെയാണ്, എനിക്ക് പോകാൻ ആഗ്രഹമുള്ള പ്ലേസ് ഇതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ഹിറ്റ് ദ ആൻസർ ആണ് അല്ലേ, ഡയറക്റ്റായിട്ട് ഒരു ആൻസറിലേക്ക് പോകണം. അപ്പോൾ ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകണമെന്ന് വെച്ചാൽ വാട്ട് കൈൻഡ് ഓഫ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ എൻ്റെ ഹോബിയുടെ പാർട്ടാണ് എന്ന് പറഞ്ഞ് അവിടെ പറയുന്നുണ്ടല്ലേ, അത് കുഴപ്പമില്ല, എൻ്റെ ഹോബിയുടെ പാർട്ട് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്ലേസ് ആണ് ഇഷ്ടം അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല. The kind of tourist destinations I usually prefer is going to atop high mountains which have a long trekking route and a beautiful scenery with greenery and free flowing rivers and hill or mountains covered with white snow on all sides, and spring which have a hot spring or pond or beautiful destinations with a good peoples around there have a lot of vast cultures and traditions, and we get to taste a lot of. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കുട്ടി പറഞ്ഞത് ഏകദേശമൊക്കെ ഓക്കെയാണ്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഒരു പെർട്ടിക്കുലർ പ്ലേസ് പറയുക, അതിൻ്റെ പ്രത്യേകത പറയുക, അത്രേ ഉള്ളൂ. Oh, as I know, Turkey is one of the most beautiful tourism destination in the world, and I really like to go there, especially Istanbul and Antalya. അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു അല്ലേ, വേൾഡിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു അല്ലേ ടൂറിസം ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് ടർക്കി അല്ലേ, ടർക്കിയിൽ പോകുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്, അത് ഓക്കെയാണ്. ഒരു പെർട്ടിക്കുലർ പ്ലേസ് മാത്രമായിട്ട് പറഞ്ഞു. That's a hard question, but I would say that I prefer a combination of places. Uh, for example, the last time which I went for a trip is last time I went for a Vagamon trip, where I enjoyed few hilly areas as well as the places which had waterfalls. So, and one more area which I like the most is the forest areas, where I have an aficionado with, I have an inclination to wildlife, so I would definitely prefer forest areas so that I can explore more on the animals and then different types of birds, all those things. ഓക്കെ, അവിടെ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ആൻസർ പറഞ്ഞു അല്ലേ, ആൻസർ കറക്റ്റാണ്, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല, പല പല ഡെസ്റ്റിനേഷൻസ് ആണ് അല്ലേ, ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ല ഞാൻ പ്രിഫർ ചെയ്യുന്നത്, മിക്സ്ഡ് ആയിട്ടുള്ള അല്ലേ മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ അവിടെ കൊടുത്തു, കറക്റ്റാണ്. എന്നാലും അത്രയും ലെങ്തി ആയിട്ടുള്ള ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇത് ആക്ച്വലി ഈ ഒരു കുട്ടി ഇങ്ങനെ പറയുമ്പോൾ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നാണ് ഇത് പറയുന്നതെങ്കിൽ ഇത്രയും പറയാനായിട്ട് അവർ ഒരു എക്സാമിനർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം ക്ഷമയുള്ള എക്സാമിനർ ആണെങ്കിൽ മൊത്തത്തിൽ കേട്ടിരിക്കും. ചിലർ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകും. പല കാൻഡിഡേറ്റ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് മാം എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല, ഞാൻ ഏകദേശമൊക്കെ പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 3 ആണെങ്കിലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്നെ അത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഓക്കെ തെറ്റായി പോയത് കൊണ്ടാണോ അവരങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതേ കാൻഡിഡേറ്റ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടിയിട്ടുണ്ട്, 7 ഒക്കെ സ്പീക്കിങ്ങിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ അത് എന്തുകൊണ്ടാണ് അവർ ഓക്കെ താങ്ക് യു എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒരുപാട് ലെങ്തി ആയിട്ട് പറഞ്ഞു പോകുന്നത് കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം അവർക്ക് നമ്മൾ മാത്രമല്ല ഇൻ്റർവ്യൂ ചെയ്യാനുള്ളത് അല്ലേ, അല്ലെങ്കിൽ സ്പീക്കിംഗ് അസസ്മെൻറ്റ് നടത്താനുള്ളത്, ഒരുപാട് കാൻഡിഡേറ്റ്സ് അവിടെ വെളിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ടൈം സ്ലോട്ട് ഉണ്ടല്ലേ, അതിന് മുന്നേ പറഞ്ഞു വിട്ടാൽ അവർക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എങ്കിലും കിട്ടും. ഇതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ കേട്ട് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ട് അതിനുശേഷം ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആൻസർ ഒരുപാട് ലെങ്തി ആയി പോയി പകുതി വഴിക്ക് വെച്ച് അവർ നിർത്തുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലേ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആ ഒരു പ്രതിഫലനം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഷോർട്ടാക്കി തന്നെ പറയുക.
പാർട്ട് 3 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോ, അതൊരു 45 സെക്കൻഡ്സ്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് 45 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ മാക്സിമം, അതിൽ കൂടാൻ പാടില്ല. പാർട്ട് 3. പാർട്ട് 1 എന്ന് പറയുന്ന ഒരു 30 സെക്കൻഡ്സിൻ്റെ അകത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ അവിടെ കൺവേ ചെയ്യാനും കഴിയും നിങ്ങളുടെ അടുത്ത ചെയ്യും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് യുവർ ഹോം ടൗൺ? നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം അല്ലേ, ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയത്തില്ല അല്ലേ. ഓ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. വെരി ഇമ്പോർട്ടൻ്റ്, അതാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ കഴിയുന്ന അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ മൈ ഹോം ടൗൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, അങ്ങനെ പറഞ്ഞിട്ട് നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, അവിടെയാണ് എൻ്റെ പാരൻസ് എന്നെ വളർത്തിയത് അല്ലേ, ഒരുപാട് വർഷം ഞാൻ അവിടെയാണ് താമസിച്ചത് അല്ലെങ്കിൽ ജീവിച്ചത്, അതുകൊണ്ട് തന്നെ പല പല മെമ്മറീസും ഉണ്ട് അല്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഹോം ടൗൺ എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ, വെൽ മൈ ഹോം ടൗൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, ഇറ്റ്സ് മൈ ബർത്ത് പ്ലേസ് ആൻഡ് ഐ ഹാവ് ബീൻ നറിഷ്ഡ് ഹിയർ ബൈ മൈ പാരൻസ്, മോറോവർ ഹാവ് സ്പെൻഡ് മെനി ഇയേഴ്സ് ദെയർ, ഐ ഹാവ് ഗുഡ് മെമ്മറീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ പറയാം അല്ലേ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, എൻ്റെ പാരൻസ് എന്നെ വളർത്തിയത് അവിടെയാണ് അല്ലേ, അതുകൊണ്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്, നല്ല മെമ്മറീസ് ഉണ്ട്, സോ അതുകൊണ്ട് എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി ഇത് വച്ചിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് പറയാം. റെക്കോർഡഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കേട്ടിട്ട് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. My hometown is important, but I don't think so because I don't like to go there. I am from my very childhood. I I lived in the city, so I am used to here. I'm not comfortable in my hometown. ഇറ്റ്സ് നോട്ട് വൈബ്രൻ്റ് അല്ലേ, ഇറ്റ്സ് നോട്ട് എനർജറ്റിക്, ഇറ്റ്സ് നോട്ട് ആക്റ്റീവ് അല്ലേ. സോ മനസ്സിലായി കാണുമല്ലോ. ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ പറഞ്ഞത് അത്രയും വെച്ചിട്ടും എൻ്റെ ആൻസർ വെച്ചിട്ടും ആ ഒരു ആക്റ്റീവ്നെസ് അവിടെ ഉണ്ടോ അല്ലേ. അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. ആദ്യം നിങ്ങൾ ആകെ ശ്രദ്ധിച്ചിരുന്ന എന്തായിരിക്കും, ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കുക, അവിടെ ആ ഒരു എനർജറ്റിക് അല്ലെ ആക്റ്റീവ് ആയിട്ടാണോ പറയുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങളവിടെ ചെക്ക് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇവാലുവേഷൻ രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആ ഒരു ആൻസർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ആൻസർ പറയാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യും, നിങ്ങളുടെ ആ ഒരു ടോൺ ശ്രദ്ധിക്കുക അല്ലേ, കുറച്ചും കൂടെ പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. സോ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ അടുത്തതും കൂടെ കേൾപ്പിക്കാം. Well, when it comes to importance, my hometown, it's really crucial for me because I was born at that year, at that year, and I think I yeah. ഇടയ്ക്ക് സ്റ്റക്കായി പോയിട്ട് പറയാൻ കഴിയാതെ വരുന്നുണ്ട്. എന്നാൽ ആ കുട്ടി ആദ്യമൊക്കെ തീരെ മോശമില്ലാതെ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ സ്റ്റക്കായി പോയ ആ ഒരു മിസ്റ്റേക്കാണ് അവിടെ പറയാൻ കഴിയുന്നത്. Important to me because it's where I spent most of my childhood. Yeah,
It's where I spent most of my childhood, and uh, there was a house that we used to live in, and seeing that house, seeing my hometown brings back a lot of memories. And there are a lot of cuisines that I think it's only available in my hometown as well. So occasionally I would go back to my hometown to uh, see if there are any changes or buy the food that I used to eat when I was in my childhood. പറയുന്നുണ്ട്, പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള അല്ലേ ടോപ്പിക് ഡീവിയേറ്റ് ചെയ്തൊക്കെ അവിടെ പോകുന്നുണ്ട് My home. അതുകൊണ്ട് ഒരുപാട് വാരി വലിച്ചു പറയണ്ട അല്ലേ. 30 seconds മതി. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങൾക്ക് സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ നടിയൊക്കെ ആകാൻ ആഗ്രഹമുണ്ടോ അല്ലേ? വുഡ് യു ലൈക്ക് ടു ബി എ മൂവി സ്റ്റാർ? സോ മൂവി സ്റ്റാർ ആകാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ എന്ത് പറയും? മൂവി സ്റ്റാർ അല്ലേ. മൂവി സ്റ്റാർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് പറയും? ഇനി ആഗ്രഹമില്ല, എൻ്റെ പാഷൻ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫീൽഡാണ്, സോ എനിക്ക് പബ്ലിക് ഫിഗർ ആകാനായിട്ട് താല്പര്യമില്ല അല്ലേ. സോ അങ്ങനെയൊക്കെയുള്ള ആൻസർ നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ ആകാൻ ആഗ്രഹമുണ്ട് അല്ലേ, എനിക്ക് പബ്ലിക് ഫിഗർ ആകാനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഫേമസ് ആകാനായിട്ട് ആഗ്രഹമുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ, പെർട്ടിക്കുലർ സ്ഥലത്ത് പോകുമ്പോൾ എല്ലാവരും എന്നെ മൂവി സ്റ്റാർ ആണ് എന്ന് പറഞ്ഞ് നോക്കാനായിട്ട് അല്ലേ, അതൊക്കെ എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്കവിടെ ആൻസർ പറയാൻ കഴിയും. പല രീതിയിലുള്ള ആൻസേഴ്സ് നമുക്കവിടെ പറയാൻ കഴിയും. സോ നിങ്ങളുടെ ആൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ഫോം ചെയ്ത് വെക്കുക. ഞാൻ പറയുന്ന ആൻസർ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പലരുടെയും പ്രിഫറൻസ് പലതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു ആൻസർ ഫോം ചെയ്ത് വയ്ക്കരുത്. കാരണം വേറൊരാളിൻ്റെ പാഷനേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ambition was to become a scientist അല്ലെങ്കിൽ ടീച്ചർ. സോ ഐ നെവർ ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ആൻ ആക്ടർ ഓർ ആക്ട്രസ് എന്ന് പറയാം. ഞാൻ ഒരിക്കലും ഡ്രീം ചെയ്തിട്ടില്ല. ഇങ്ങനെ ആൻസർ പറയാം. അല്ലെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ഐ വോണ്ട് ടു ബി ഫേമസ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ പബ്ലിക് ഫിഗർ ത്രൂ ആക്ടിങ് ഐ ക്യാൻ അച്ചീവ് ദാറ്റ്. സോ എന്താണ്, ഐ ലൈക്ക് ടു ബി ആൻ ആക്ടർ, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു ബിക്കം ആൻ ആക്ടർ. ഇത്രയും മതി, സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പോകരുത്. ശ്രദ്ധിക്കുക, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അവിടെ മിസ്റ്റേക്സ് ഉണ്ടാകും. സോ ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. Yes, I enjoy watching movie. It provides a source of entertainment and relaxation. It's a great way to unwind after a long day. Yes, I whenever I see a movie star, I adore adore them. That their stardom. Like to be I like to be person. I like to be like a movie star named Diljit Dosanjh. He is my ഇവിടെ ടെൻസ് ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് അല്ലേ, മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. Yes, I think it's a little bit difficult to imagine, but I think yes, because it's something that I really love. Like I made in past, like when I was like 10 or 12 years old. I make like theater in with a group, and so playing was something that I really appreciate, and it's like it develops every expression. You learn how to um, speak
better, and yes, but some things make the choice difficult because you have the fact that after everyone recognize you, you can be like chill, hanging out with family or friends, and yeah. So there are some points that yes, there are advantages and ഇതൊരു ക്യൂ കാർഡ് അല്ല അല്ലേ, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വൊക്കാബുലറിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പറയുന്നുണ്ട് അല്ലേ, എന്നാലും ഇത്രയും ലെങ്തി ആയിട്ട് വേണ്ട. I'm not quite sure, but I think I would answer no, because although I do really like movies a lot, I really appreciate the movie stars who's staring at them in the movies that in my favorite movies. But if I would consider myself being one, I would say no, because I know myself as being an introverted person. I cannot act if there's many cameras or many people watching me. I do can act differently if I'm being with my closest friends. However, just thinking me myself in front of the camera shooting me and acting like whoever it is besides myself is actually not like me. ഓക്കെ, അപ്പോൾ അവിടെ അത്യാവശ്യം പ്രോപ്പറായിട്ടുള്ള ആൻസറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും അല്ലേ, മിസ്റ്റേക്സ് ഒന്നും ഇല്ല, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറേയൊക്കെ മനസ്സിലായി കാണാം അല്ലേ, നമ്മളുടെ ആ ഒരു സ്പീക്കിംഗ് പാർട്ട് 1. ഇനി പാർട്ട് 2 ഒക്കെ പുറകിന് വരുന്നുണ്ട്. പാർട്ട് 1 ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു സ്പീക്കിങ്ങിൽ ഇതുപോലത്തെ പ്രാക്ടീസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ മിസ്റ്റേക്സ് ആണ്, മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള സ്പീക്കിംഗ് പ്രാക്ടീസ് ഇങ്ങനെ ആക്കുക. പിന്നെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്താണ് നമ്മൾ പ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ് അല്ലേ, തിയററ്റിക്കലി അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയാതെ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ കാണിച്ചു തന്നിട്ടാണ് ഈ ഒരു ലൈവ് സെഷൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം ഡ്യൂറേഷൻ എടുക്കുന്നത് കേട്ടോ. ടിപ്സും ട്രിക്സും മാത്രം പറയാനാണെങ്കിൽ 1-2 മിനിറ്റിൻ്റെ റീൽസ് വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഒരിക്കലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേട്ട് വിടത്തേ ഉള്ളൂ അല്ലേ, നിങ്ങളുടെ ആ ഒരു മൊഡ്യൂളിൽ നിങ്ങളത് ഇങ്ങോട്ട് പ്രാവർത്തികമാക്കത്തില്ല. അപ്പോൾ അങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൊഡ്യൂൾസിൽ ഏതാണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും റീഡിങ് റൈറ്റിംഗ് ഇതിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതെങ്ങനെയാണ് എന്നും കൂടെ കാണിച്ചു തന്നാലല്ലേ. സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം കമൻസിനെല്ലാം റിപ്ലൈ തരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഗുഡ് ബൈ.